ഹലോ ഫ്രണ്ട്സ്, ഇതാ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ചിന്നുവിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ വരാൻ വൈകിയത്. അപ്പോൾ ദാ നമ്മുടെ ചിന്നു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല സുന്ദരിയാവാനുള്ള തയ്യാറെടുപ്പിലാണ്. ബ്യൂട്ടീഷ്യനൊക്കെ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള ആൾ തന്നെയാണ് ബ്യൂട്ടീഷ്യൻ. അപ്പോൾ അവൾക്കും കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്ന് കൊടുക്കാൻ പറ്റി. സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ടെൻഷൻ അറിയില്ലല്ലോ, എൻഗേജ്മെൻറ്റ് ടെൻഷൻ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവൾ ഫേസ് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞ് ഇനി ഹെയർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇതാണ് കേട്ടോ ചീനുവിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, അവളെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നിലമ്പൂർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചിന്നു പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മായിമാരും മാമയൊക്കെ കൂടി സ്റ്റേജിൽ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ജാതകം കൈമാറുന്ന ചടങ്ങൊക്കെ ഉള്ളതുകൊണ്ട് അതിന് വേണ്ട ഒരുക്കങ്ങളിലൊക്കെ ആയിരുന്നു. പിന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചിന്നുവിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ദാ അവൾ സ്റ്റേജിലേക്ക് അവളുടെ ചെക്കൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ കല്യാണം ഉറപ്പിക്കുന്നത് വള ഇട്ടിട്ടാണ്. അപ്പോൾ ദാ അബിയുടെ വീട്ടിൽ നിന്ന് അവൾക്ക് വളയും മാലയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോതിരം മാറുന്ന ചടങ്ങുണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം മോതിരം കൈമാറുന്ന ചടങ്ങുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ മിഠായി കൊടുക്കൽ, അതും ഒരു ചടങ്ങാണ് കേട്ടോ, മിഠായി കൊടുക്കൽ അതും ഉണ്ടായിരുന്നു. പിന്നെ അവർ കേക്കൊക്കെ കൊടുത്തിരുന്നു, കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒരുമിച്ചുള്ള ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വല്ലാണ്ട് വൈകിക്കാതെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി. അപ്പോൾ മന്തി ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണീൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഐസ്ക്രീമും ഗുലാബ് ജാമും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. കാരണം ചിന്നുവും അബിയും ഫോട്ടോഷൂട്ടിലാണല്ലോ. അപ്പോൾ ഞങ്ങളതൊക്കെ നോക്കി കമൻ്റ് അടിച്ച് അങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചിന്നുവിൻ്റെയും കസിൻസിൻ്റെയും ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ പ്രോഗ്രാമിനും അങ്ങനെയാണല്ലോ, ഡാൻസ് ഇല്ലെങ്കിൽ പ്രോഗ്രാം കളറാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഡാൻസൊക്കെ തലേന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടൈം ചെറുതായിട്ട് ഷെഡ്യൂൾ ചെയ്തപ്പോൾ ചെറിയൊരു പിശക് പറ്റി. ഇവരുടെ ഡാൻസ് ഇടയിൽ കളിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് പ്രോഗ്രാമിൻ്റെ കൊട്ടിക്കലാശം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ഡാൻസ് വന്നത്. എന്നാലും അവർ തകർത്ത് കളിച്ചിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കാത്തിരുന്ന് കിട്ടിയ പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മളെല്ലാവരും മാക്സിമം അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്തിടുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.